പാട്ടുകാരെ ഒരു 8 പാട്ടുകാരെ വിളിക്കും. അതിൽ കുറഞ്ഞ റേറ്റുകാരെ വിളിക്കും. ഒന്ന് അവിടുന്ന് അതിൽ 2 പേര് ഗുണപ്പെടാത്തവൻ, അതൊക്കെ പിന്നെ ഗുണപ്പെട്ടോളും നമുക്ക്. ഇവിടെ അവരുടെ കൂടെ തബല വായിക്കുന്ന അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടൻ, അതൊന്നും കുഴപ്പമില്ല, അവൻ മിക്കവാറും കൈക്ക് രക്ഷിക്കപ്പെടാൻ. അവൻ ഇവിടെ പാടി കഴിച്ച് അമ്പലത്തിലും പോയി പാടുന്നുണ്ട്, അത് കഴിഞ്ഞ് പള്ളിയിലും പോയി പാടുന്നുണ്ട്, അത് കഴിഞ്ഞ് അവനെ ക്ലബിൻ്റെ പരിപാടിക്കും പാടുന്നുണ്ട്. അതിനിടയ്ക്ക് അവൻ പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ ടൈം കിട്ടുകയാണെങ്കിൽ വന്ന് ഒരു പാട്ട് പാടി വെച്ച് വണ്ടി കഴുകാത്ത ആൾക്കാരുണ്ട്. ആ വീലിനിടയിലെല്ലാം ചെളിയാ. വാൻ ഹുസൈൻ്റെ ഷർട്ട് ഇട്ടോണ്ടായത് എരപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഉണ്ട് വീടും പരിസരവും എല്ലാം ശുചിത്വം ഉണ്ടായിരിക്കണം. അത് അങ്ങനെ ശുചിത്വമുള്ളിടത്ത് ദൈവ സാന്നിധ്യം. നിന്റെ പാളയത്തിൽ വൃത്തികേടൊന്നും കാണരുതെന്നാ. പാളയം എപ്പോഴും വെടിപ്പുള്ളതായിരിക്കണം. എല്ലാം ഞാൻ ഇനിയും ആ ഭാഗമൊന്നും അധികം വിവരിക്കുന്നില്ല. വീടും പരിസരവും സഹോദരിമാരൊക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട് നിങ്ങളെല്ലാം മാന്യമായിട്ട് ആ ഇടപെടുന്നു. അടുക്കളയെല്ലാം നല്ല നീറ്റായിരിക്കണം. പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണുങ്ങളെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അതെന്തിനാ വെച്ചാൽ ആണുങ്ങൾ സിറ്റിംഗ് റൂമിൽ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ ഉള്ളു, അടുക്കളയിൽ പോകാനൊക്കെ. അപ്പം പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവർ അടുക്കളയിൽ ചെല്ലും. ന്യൂട്രൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ വന്ന് അടുക്കളയിൽ അതുവഴി ഒന്ന് ചായ ഇടുക അല്ലയോ. അപ്പം അടുക്കളയിൽ കയറി അവിടെ എല്ലാം ഒന്ന് നോക്കുമ്പോൾ അതിൻ്റെ ചിട്ടയടുക്കും കാണും. അപ്പം അവർക്ക് മനസ്സിലാകും ഇവിടുത്തെ പെങ്കൊച്ചിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് ഗുണമാകുമെന്ന്. ഇപ്പം പിന്നെ അങ്ങനൊന്നും അല്ല കാണുന്നത്. അവർ തമ്മിൽ മൊബൈലിൽ കൂടെ കണ്ട് അവർ തമ്മിൽ ബീച്ചിൻ്റെ അവിടെ പോയിരുന്ന് വർത്താനമെല്ലാം പറഞ്ഞേച്ച് അവർ തന്നെ ഡേറ്റും ഒക്കെ തീരുമാനിച്ചു. ഒത്തെങ്കിൽ ചിലപ്പോൾ നമ്മളോട് കല്യാണം പറഞ്ഞെന്ന് വരാം. അങ്ങനെ പറയാന്ന് വലിയ കാര്യം, നമുക്ക് ഒന്ന് കൂടാം. അവർ തന്നെ എല്ലാം തീരുമാനിച്ച് അവർ തന്നെ വന്ന ഉടനെ അവൾ പറയാം നമുക്ക് ഫ്ലാറ്റ് എടുത്ത് വിടുന്നങ്ങ്. എന്നിട്ട് അവൻ പറഞ്ഞ എൻ്റെ അപ്പച്ചനും അമ്മച്ചി അതങ്ങനെ അവിടെ കിടന്നോളൂ, നിങ്ങളോട് പറയുന്ന കാര്യം കേട്ടാണ്. ഫ്ലാറ്റ് ജീവിതമല്ലേ. അപ്പൊ ഈ പണ്ട് അമ്മമാരെ അല്ലെ സഹോദരിമാരെ കൊണ്ടുപോകും. അവർ അടുക്കള കയറി നോക്കുമ്പോൾ അറിയാം ചിട്ടയും ക്രമവും ഒക്കെ ഉള്ള വീടാണോ. അപ്പൊ ആ വീട്ടിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ നമ്മുടെ വീട് നല്ല ക്രമത്തിൽ. സ്തോത്രം. അതുകൊണ്ട് അടുക്കളയൊക്കെ നല്ല വൃത്തിയായിരിക്കണം. ടൈൽസ് ഒന്നുമില്ലെങ്കിലും ചിലപ്പം റെഡ് ഓക്സൈഡോ അല്ലെങ്കിൽ ചാണകം ഇട്ട് മെഴുകിയതായിരിക്കും മതി, ഉള്ളത് വൃത്തിയായിരിക്കണം. ഫോറിൻ പ്ലേറ്റ് ഒന്നും ചിലപ്പോൾ കാണുകയില്ല, അലൂമിനിയത്തിൻ്റെ പ്ലേറ്റ് ആയിരിക്കും മതി. അത് ചാരവും സോപ്പ് വിട്ട് വൃത്തിയായിട്ട് കഴുകി വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കി സ്തോത്രം. ആ മിക്സിയൊക്കെ ആഴ്ചയിൽ ഒന്നെങ്കിലും അത് നല്ല വൃത്തിയാക്കി ആ വിടവിലൊന്നും അഴുക്കൻ ചെളിയൊന്നും. മനസ്സിലാകുന്നുണ്ടോ? വൈകിട്ട് പോയി നോക്കണേ നമ്മുടെ മിക്സി എങ്ങനെയാന്ന്. ഇതൊക്കെ പറയണ്ടായോ? എപ്പോഴും നിങ്ങളെ ആണ്ട വരുന്ന് പിടിച്ചോ തേണ്ട വരുന്ന് പിടിച്ചോ എന്ന് പറഞ്ഞാൽ മിക്സി ആരാ വൃത്തിയാക്കുന്നത്? ഇതൊക്കെ ചെയ്യണ്ടേ? എപ്പോഴും ഇങ്ങനെ ഇരുന്നാലോ? അതൊക്കെ വൃത്തിയാക്കണം, എല്ലാം നല്ല നീറ്റായിരിക്കണം. അപ്പോൾ ചെല്ല് പറയും പാസ്റ്റർ അത് ആ മിക്സിയുടെ ഇടയിലിരിക്കുന്നതൊന്നും കൈകൊണ്ട് തുടച്ചാലൊന്നും മാർഗം ഞാൻ പറഞ്ഞു തരാം. ഈർക്കലി ഒന്നും വേണ്ട, ഞാൻ എന്തിനാ ഈർക്കലി തെറ്റിപ്പോകുന്നത്? ഈർക്കലി ഇത്ര അല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ മാർഗം ഈ നേരത്തെ ഉപയോഗിച്ച ബ്രഷ് കാണുകയല്ലേ പല്ല് തേച്ചേ, അത് മതി. ഇനി ഈർക്കലി എടുക്കണ്ട കേട്ടോ, ബ്രഷ് മതി. അത് ഇച്ചിരി സോപ്പ് വെള്ളം കലക്കി വെച്ചാൽ ആ ബ്രഷ് അതിലോട്ട് മുക്കി വെച്ചാൽ സൈഡിലൊക്കെ ഇട്ടൊന്ന് പോവും. എന്നിട്ട് അതിൻ്റെ അറ്റത്തോട്ടൊരു ചെറിയ തുണിയോ ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുമ്പം വൃത്തിയായി. ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു തരിക. ഇങ്ങനത്തെ ക്ലാസ്സാണ് എനിക്ക് എടുക്കാൻ വലിയ ഇഷ്ടമാണ്. ആ ചായപാത്രത്തിൻ്റെ അടിയിൽ ചിലപ്പോൾ മഞ്ഞ കളർ കാണും, അതൊക്കെ കഴുകണം. വൈകിട്ട് പോയി നോക്കണേ ക്ലിയർ ആണോ എന്ന്. ചായ എടുക്കുന്ന എന്നും ചായ എടുക്കല്ലേ,
ഓ, എന്തുവാ? സോസ് പാൻ, അതിൻ്റെ അടിയിൽ അകത്ത് അകത്ത് അതൊക്കെ ശ്രദ്ധിക്കണം. ആട്ടെ, ഈ യോഗത്തിന് വന്ന് അങ്ങനെയും ഗുണമാകട്ടെ. ദൈവത്തിന് മഹത്വം. എല്ലാം നല്ല നീറ്റായിരിക്കണം. സ്തോത്രം. ഈ ഭക്ഷണം കഴിച്ചില്ലേ നമ്മളെ അറിയുള്ളൂ, പക്ഷെ പരിസരവും വീടും വൃത്തിയാക്കിയില്ലേ എല്ലാവരും അറിയും. ദൈവത്തിന് മഹത്വം. ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മളെടുത്ത ഭാഗത്തേക്ക് വരാം, അല്ലെ പരിപാടി വിജയിക്കുകയില്ല. ദൈവത്തിന് മഹത്വം. വായിച്ച തിരുവെടുത്ത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മുഖവരിയായിട്ട് നമ്മൾ പകല് ചിന്തിച്ചു പോകും. ഇസ്രായേലിനെ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. 70 പേര് മിസ്രയീമിലെത്തി. ഉൽപ്പത്തി 46-ന്റെ 27, പുറപ്പാട് 1-ന്റെ 5, ആവർത്തന പുസ്തകം 10-ന്റെ 22 70 പേര് ചെന്നെന്ന് പരാമർശിച്ചു. സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര് ചെന്നെന്ന് 7-ന്റെ 14 അപ്പോസ്തല പ്രവൃത്തിയിൽ സ്തേഫാനോസും തർക്കിച്ചു. ആ 5 പേരെ പറ്റിയുള്ള കാര്യങ്ങളും നമ്മൾ സൂചിപ്പിച്ചു. ഇങ്ങനെ ഇവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്നു. അതാണ് നമ്മൾ പകല് ചിന്തിച്ചത്. ചെങ്കടൽ തീരത്ത് മുൻപ് ചെങ്കടൽ, ഇരുവശവും പർവ്വതം, പുറകിൽ പറവോന്റെ സൈന്യം. 2 വശവും പർവ്വതവും, പുറകിൽ പറവോന്റെ സൈന്യം. ഇത് കണ്ട് പേടിച്ചരണ്ട ഇസ്രായേൽ ഭയപ്പെട്ട് നിലവിളിച്ചപ്പോൾ തമ്പുരാൻ മോശ മുഖാന്തരം പറഞ്ഞ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കാണണം. അങ്ങനെ ദൈവം തമ്പുരാൻ ചെയ്തത് ഒരു ഉഷ്ണക്കാറ്റടിപ്പിച്ച്, ആ ഉഷ്ണക്കാറ്റ് വന്നൊരു ഒറ്റ അടി അടിച്ചപ്പോൾ ചെങ്കടല് 7 കൈവടിയായി ചെതറി. ചെരുപ്പ് നനയാതെ എല്ലാറ്റിനെയും മറുകര കയറ്റി. സ്തോത്രം. ഈ വചനത്തെ വിശ്വസിക്കാത്തവര്, യുക്തിവാദികള് ചിലര് പറയുന്നത് ഈ വേലിയേറ്റവും വേലിയിറക്കവും വന്നപ്പോ ഇവര് അക്കരെ കയറിയെന്ന. വേലിയിറക്കം വന്നപ്പോൾ ഇതുങ്ങൾ നേരെ അക്കരെ കയറിയെന്ന. ഇത് വേലിയേറ്റവും വേലിയിറക്കവും അല്ലെന്നുള്ളതിന് ഒരു തെളിവ്, 2 വശവും വെള്ളം മതിലായിട്ടല്ലേ നിന്നേ. വേലിയിറക്കം വന്ന ഒരു സൈഡ് മുഴുവൻ അങ്ങ് പോവല്ലേ. വേലിയിറക്കം അങ്ങനല്ലേ, കയറിയ വെള്ളം ഇറങ്ങി പോകുമ്പം ഒരു സൈഡിലോട്ട് അങ്ങ്. ഇത് അങ്ങനല്ലോ, 2 സൈഡിലും വെള്ളം കൊണ്ട് മതില്. കാറ്റ് വന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ 2 വശത്തെ വെള്ളം ഐസ് കട്ടയായി. അതാ സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത്, ആഴി ഉറച്ചെന്ന കല്ല് പോലായി. അപ്പൊ ഇത് വേലിയേറ്റവും വേലിയിറക്കവുമല്ല, ദൈവപ്രവൃത്തിയാണ്. ഉണങ്ങിയ നിലത്തുകൂടെ ഇവരെ മറുകര കയറ്റി. ഈ വേറൊരു ഭാഗത്ത് വായിക്കുന്ന ഈ തുവർനില വന്ന തുവർനില, നമ്മളൊരു പാട്ട് പാടും, നിങ്ങൾക്ക് ആ പാട്ട് അറിയാം. ചെങ്കടൽ പിളർന്നു നല്ല തുവർനിലമാക്കി, ശങ്കയന്യെ താൻ ജനത്തെ നടത്തിയോനേ. ചെങ്കടൽ പിളർന്നു നല്ല. മതി. അപ്പോൾ ആ പാട്ടിന്റെ വരി, ചെങ്കടൽ പിളർന്ന് നല്ല തുവർനിലമാക്കി എന്ന് പറഞ്ഞ ഉണക്കി, നിലം ഉണക്കി. ഈ യഹൂദ റബിമാനൊക്കെ പറയുന്നത് ഇവര് മറുകര കയറിയുമ്പോ പൊടി പറന്നെന്ന സമുദ്രത്തിന്റെ ആഴത്തിൽ, അതുപോലെ ഉണക്കി പൊടി പറത്തി. ഇനി അതിന് വേറൊരു ആശയം, ഈ തുവർനിലമാക്കി എന്ന് പറഞ്ഞ തുവർത്തി ഉണക്കി. അത് ദൈവം മനഃപൂർവ്വം ചെയ്തതാ. അതല്ല വെറുതെ ഒരു വെള്ളം അങ്ങ് വറ്റിച്ചു. ഇവരെല്ലാം ഇസ്രായേൽ പുരുഷന്മാരെല്ലാം കൂടെ ചെങ്കടലിൽ കൂടി ഇറങ്ങി ചെറുതായിട്ടൊന്ന് വറ്റി. മണ്ണിന് നനവുണ്ട് എന്ന് വിചാരിക്കുക. നനവുള്ള മണ്ണാണെങ്കിൽ
ആ നനവുള്ള മണ്ണാണെങ്കിൽ നടക്കുമ്പം കാല് പൊതയും. അതൊരു ചിന്ത. എന്നെ ചിന്തിപ്പിച്ചത് അതല്ല. ഇവന്മാർ അക്കരെ കയറുകയല്ല. ഒന്ന് ചാക്കോച്ചൻ തോമാച്ചോണ്ട് പറയും, തോമാച്ച നമുക്കിവിടെ നല്ല ബിസിനസ് തുടങ്ങാം, നല്ല ചെളിയാ, ചവിട്ടിയപ്പം നല്ല കാരണം പഴയ പണി എന്നാ ഇഷ്ടിക ഉണ്ടാക്കുന്നതാണ്. പഴയ പണി ഓർമ്മ വരും. കാരണം ചവിട്ടിയപ്പം നല്ല പശപശപ്പുണ്ട് കേട്ടോ. കാല് പറയുന്നില്ല. നമുക്കിവിടെ ഒരു എന്തുവാ പുതിയ ബിസിനസ്, ശാലേം ഹോളോ ബ്രിക്സ്. പേര് മാറ്റുന്നല്ലേ ഉള്ളൂ, സ്വഭാവത്തിനൊരു മാറ്റം. ശാലേ എവിടാ ശാലേം ഹോളോ ബ്രിക്സ്? സ്തോത്രം. ഇവരുടെ സ്വഭാവം പറ. ഇവരത് അവിടെ ബിസിനസ് നടത്തും. ആത്മീകത്തിൽ ഇപ്പം ബിസിനസ് അല്ലേ? അല്ലേ? ബിസിനസ്സാ. നമ്മൾ ഈ കൺവെൻഷൻ വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് ലാഭം? ഇപ്പൊ ഈ കൺവെൻഷൻ നടത്തുമ്പോഴും ലാഭം നോക്കിയല്ലേ എല്ലാരും വിളിക്കുന്നേ? അതെ. പാട്ടുകാരെ ഒരു 8 പാട്ടുകാരെ വിളിക്കും. അതിൽ കുറഞ്ഞ റേറ്റിന് കുറഞ്ഞ റേറ്റുകാരെ വിളിക്കും. ഒന്ന് അവിടുത്തെ അതിൽ 2 പേര് ഗുണപ്പെടാത്തവൻ, അതൊക്കെ പിന്നെ ഗുണപ്പെട്ടോളും നമുക്ക്. ഇവിടെ അവരുടെ കൂടെ തബല വായിക്കുന്ന അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടൻ, അതൊന്നും കുഴപ്പമില്ല. അവൻ മിക്കവാറും ഈ കൈക്ക് രക്ഷിക്കപ്പെടാൻ. ഇവിടെ അവൻ ഇവിടെ പാടി കഴിച്ച് അമ്പലത്തിലും പോയി പാടുന്നുണ്ട്, അത് കഴിഞ്ഞ് പള്ളിയിലും പോയി പാടുന്നുണ്ട്, അത് കഴിഞ്ഞ് അവനെ ക്ലബിൻ്റെ പരിപാടിക്കും പാടുന്നുണ്ട്. അതിനിടയ്ക്ക് അവൻ പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ ടൈം കിട്ടുകയാണെങ്കിൽ വന്ന് ഒരു പാട്ട് പാടിയേച്ച്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തോണ്ട് എന്നെ ഒതുക്കാൻ നോക്കുകയാണോ? ബിസിനസ് ആയതല്ല, എല്ലാം ബിസിനസ്സാണ്. അപ്പൊ തമ്പുരാൻ ഇവരെ പറ്റി നല്ലവണ്ണം അറിയാം. ഈ മണ്ണിന് നനവുണ്ടെങ്കിൽ ഇവന്മാർ ഒരെണ്ണം അക്കരെ കയറുകയല്ല, ഇവിടെ ചവിട്ടിക്കോഴ ചവട നിൽക്കും. അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നല്ല തുവർന്നല വരയ്ക്ക് കൊടുത്തു, ഓടി പറത്തി സാകലീണത്തിന് മറുകര കയറ്റി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. എണ്ണത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോയില്ല. വെള്ളം 2 വശത്തും മതിലായിട്ട് നിന്നെന്ന ആ ഭാഗം നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് വിവരിക്കുന്നില്ല. ഇവർ അക്കരെ കയറി കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ ചെയ്ത പരിപാടി, ഇസ്രായേലില്ല അക്കരെ കയറി. മിസ്രയീമരും ഇത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്നു ഇസ്രായേലിന്റെ പുറകെ. കൊരിന്ത്യലേഖനമൊക്കെ പഠിച്ച ചെങ്കടൽ സ്നാനത്തിന് ഒരു മുൻകുറിയായിട്ടാണ്. അപ്പൊ ഇസ്രായേൽ മക്കളെല്ലാം സ്നാനപ്പെട്ടു. അങ്ങനെ ചിന്തിക്കുന്ന നല്ലത്. എല്ലാവരും സ്നാനപ്പെട്ടു. ഇസ്രായേൽ സ്നാനപ്പെട്ടു. ഞാൻ പറയാനുണ്ട്, മിസ്രയീമര് സ്നാനപ്പെട്ടു. കാരണം അവരും ഇറങ്ങിയല്ലോ. ഇസ്രായേൽ സ്നാനപ്പെട്ടു, മിസ്രയീമര് സ്നാനപ്പെട്ടു. പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസം. ഇസ്രായേല് സ്നാനപ്പെട്ട് മുങ്ങി പൊങ്ങി, മറ്റവര് മുങ്ങി പൊങ്ങിയില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 29 ഒന്ന് വായിച്ചേ. എബ്രായർ 11:29. അയ്യോ എന്നാ എനിക്ക് തെറ്റിയതാ. അനെത്രാം വാക്യമാ? അപ്പൊ ഇതേതായിരുന്നു? എന്നാലും സഹോദരി ആർത്തി കൊണ്ട് വായിച്ചതല്ലേ? 29 വായിക്കേ. വായിക്കേ. ഞാൻ അവിടെ ആരാ സഹോദരന്മാരാരാ വായിച്ചേ? ഞാൻ വേറൊരു വാക്യം തരാം. ഇത് പുള്ളിക്കാരിക്ക് കൊടുത്തയച്ചു. വാക്യമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പോകരുത്. ഞാൻ വേറൊരു വാക്യം തരാം. ഇത് സഹോദരി വായിച്ച 29.
മുമ്പ് അത്ര ഓളിയോ ഇല്ലല്ലോ. എന്നാ ഓളിയത്ത് വായിച്ചേ? ആ ഇല്ലില്ല, ഉറക്കെ വായിക്കാം. മുമ്പ് ആദ്യം വായിച്ച ഓളിയത്ത് വായിക്കണം. ആ പിന്നെ 29 യാക്കോബിനോടാണല്ലോ കൂടുതൽ താല്പര്യം. ആ 11:29 ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. ആ വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അപ്പോൾ വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി ഇസ്രായേൽ കടന്ന കാര്യമാണ് പറയുന്നേ. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി. അടുത്ത വാക്യം ഉറക്കെ വായിച്ചേ. ഓ അത് വായിക്കാൻ അടുത്തത്. ഇനി സഹോദരൻ വായിച്ചു. ആ വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി. അടുത്ത വാക്യം, അല്ല മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ള ഇസ്രായേൽ മുങ്ങുന്ന കണ്ടുകൊണ്ട് വിശ്വാസമില്ലാത്തവ മുങ്ങി. എന്ന് പറഞ്ഞാൽ വല്യപ്പച്ചൻ മുങ്ങിയത് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് യേശുവിനോട് ചേരുവാനും യേശുവിനെ ധരിക്കുവാനും സഭയോട് ചേരുവാനും കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിച്ചാ മുങ്ങിയത്. കൊച്ചുമാൻ ഇതൊന്നുമല്ല. കൊച്ചുമാൻ മുങ്ങിയത് കല്യാണം നടക്കാനാ. അവനോട് പറഞ്ഞു പോലും നമ്മുടെ സഭയെ വെച്ച് കല്യാണം നിന്റെ നടത്തണമെങ്കിൽ സ്നാനപ്പെടാതെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വല്യപ്പച്ചൻ വിശ്വാസത്താൽ കാലം എടുക്കണേ. വല്യപ്പച്ചൻ വിശ്വാസത്താൽ മുങ്ങിയതാ. മൂന്നാം തലമുറക്കാരൻ ചെറുക്കൻ വിശ്വാസത്താൽ മുങ്ങിയതല്ല. അവൻ കല്യാണം നടക്കാൻ സ്തോത്രം. അതുകൊണ്ട് പറ്റിയ കുഴപ്പം അവിടെ വിശ്വാസത്താൽ അവർ ഇസ്രായേല് വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അടുത്ത വാക്യം, അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട്. അതാ നമ്മുടെ കൂടെ മുങ്ങിയ പല പുള്ളിക്കാരും പൊങ്ങാതിരിക്കുന്നത്. എത്ര പേര് നമ്മുടെ കൂടെ മുങ്ങിയതാ? ഇനി അതിനകത്തെ ഉപദേശം, നമ്മുടെ സ്നാനം ശിശു സ്നാനവുമല്ല, മുതിർന്ന സ്നാനവുമല്ല, വിശ്വാസ സ്നാനമാണ്. പിള്ളേരെ മുക്കാനും വേദപുസ്തകത്തിൽ പ്രമാണമില്ല, പ്രായമുള്ളവരെ മുക്കാനും പ്രമാണമില്ല. വേദപുസ്തകത്തിലെ പ്രമാണം വിശ്വസിക്കുന്നവരെ. MoneyView means easy access to instant funds. Here, you can avail a personal loan of up to rupees 10 lakhs with interest rates starting from പ്രായമുള്ളവരെ മുക്കാനും പ്രമാണമില്ല. വേദപുസ്തകത്തിലെ പ്രമാണം വിശ്വസിക്കുന്നവരെ. അവന് 4 വയസ്സ്, എന്നാൽ അവനെ അങ്ങ് മുക്കിയേക്കാം. ഇനി 15 അവൻ മുങ്ങിയില്ലെങ്കിൽ കോഴിയെ മുക്കുമ്പോൾ അവനെ മുക്കി. അന്നേരം 98 എന്നൊരു വലിയ പെണ്ണിരിക്കുന്നു. എന്നാൽ പുള്ളിയെ നമുക്ക് പിടിച്ച് മുക്കിയാക്കാം. ഇനി അങ്ങനെ ചത്തുപോയാൽ പിന്നെ ഇത് രണ്ടും ഒക്കത്തില്ല. വേദപുസ്തകത്തിലെ സ്നാനോപദേശം വിശ്വസിക്കുന്നവരെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ദൈവത്തിന്റെ മഹത്വം. ഇസ്രായേൽ മുഴുവൻ മറുകര കയറി. അക്കരെ കയറിയ ദൈവമക്കൾ പാടിയ പാട്ടാണ് 15-ാം അധ്യായം. സ്തോത്രം. പുറപ്പാട് 15 അവിടെ വായിക്കുന്നത് മോശയുടെ പാട്ടാ. 15-1 വായിച്ച്. പാടി ചൊല്ലുക, സങ്കീർത്തനം പാടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വേറെ ഉപദേശമുണ്ട്. നമ്മുടെ ആരാധനയ്ക്കും ശുശ്രൂഷകൾക്കും ഒക്കെ പാട്ടിന് പ്രഥമ സ്ഥാനമുണ്ട്. വചന ശുശ്രൂഷയാണ് ഏറ്റവും ശ്രേഷ്ഠം.
അപ്പോൾ തന്നെ പാട്ടിനും ഇതിനകത്ത് വളരെ പ്രാധാന്യമുണ്ട്. മോശ നന്നായിട്ട് പാടുന്ന ആളായിരുന്നു. മോശ പാടുകയും ചെയ്യും, പാടിപ്പിക്കുകയും ചെയ്യും, പാട്ട് പഠിപ്പിക്കുകയും ചെയ്യും, പാട്ട് എഴുതുകയും ചെയ്യും. സ്തോത്രം ആട്ടെ. ആ 15-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളെല്ലാം പാട്ട് പാടിയതിനെ കാണുന്നു. ഈ പാട്ട് 3 ഭാഗമായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. ആ പാട്ട് 3 ഭാഗമായിട്ട്. ആ 3 ഭാഗത്തിന്റെ പ്രത്യേകത, ഓരോ ഭാഗം തുടങ്ങുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും അവസാനിപ്പിക്കുന്നത് ശത്രുവിനെ തകർക്കുന്നതുമായിട്ടാണ്. ആ 15-ാം അധ്യായത്തിലെ പാട്ട് 3 ഭാഗമായിട്ട് പഠിച്ചാൽ, ഒന്നാം ഭാഗം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഭാഗവും നിർത്തുന്നത് ശത്രുവിനെ നീക്കുന്ന ഭാഗമായിട്ട്, തകർക്കുന്ന ഭാഗമായിട്ട്. അതിന് തെളിവായിട്ട് നിങ്ങൾ ആ 15-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ളത് ഒന്നാം ഭാഗവും 6 മുതൽ അതിൻ്റെ 10 വരെയുള്ളത് രണ്ടാം ഭാഗവും 11 മുതൽ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വരെ മൂന്നാം ഭാഗവും ഇങ്ങനെ പഠിക്കണം. ഈ 3 ഭാഗത്തും ഓരോ ഭാഗം തുടങ്ങുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും തീരുന്ന ഭാഗം ശത്രുവിനെ തകർക്കുന്നതുമാണ്, ശത്രുവിൻ്റെ പരാജയമാണ്. ആ 2-ാമത്തെ വാക്യം വായിച്ചേ. എന്റെ ബലവും എന്റെ ഗീതവും. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇനി 6-ാം വാക്യം വായിച്ചേ. യഹോവയല്ലേ യഹോവേ, യഹോവേ നിന്റെ വലം കൈ ബലത്തിൽ. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിന്റെ വലം കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. ഇനി അതിന്റെ 11-ാം വാക്യം വായിച്ചേ. അപ്പൊ ഈ 3 ഭാഗത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, നമ്മുടെ പാട്ടിനകത്തെല്ലാം ദൈവനാമം മഹത്വപ്പെടണം. അങ്ങനത്തെ പാട്ടേ പാടാവൂ. അങ്ങനത്തെ പാട്ടാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ കൊച്ചുങ്ങളെല്ലാം കൂടെ ഒന്ന് വെച്ച് എൻ്റെ വീട്ടിലാകാരം കുറയുകില്ല എന്നാടാ ചുമ്മാ. മിണ്ടുന്നില്ലല്ലോ ആരും. പാട്ടിനകത്തെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിന്റെ വീട്ടിൽ ആഹാരം കുറഞ്ഞില്ല, ദൈവനാമത്തിന് എന്തുവാ? നീ ഇഷ്ടം പോലെ ഇരുന്ന് തിന്നുന്നു. സ്തോത്രം. മനസ്സിലാകുന്നില്ലേ? അങ്ങനെ ഒത്തിരിയും പാട്ടുകളുണ്ട്. ഞാൻ ദൃഷ്ടാന്തമായിട്ടൊന്ന് സൂചിപ്പിച്ചെന്നേ. ഈ അടുത്ത കാലത്ത് ഒരു യോഗത്തിന്, പൊതുയോഗമാണ്, യോഗത്തിന് ചെന്നപ്പോൾ ഉപദേശിമാർക്കും ചിലർക്ക് വെളിവൊന്നുമില്ല. ഇല്ലല്ല, വെളിവൊന്നുമില്ല. മിക്കതിനും വെളിവില്ല. പ്രാർത്ഥിച്ചേച്ച് പറഞ്ഞു, ഒരു പാട്ട് പാടിയാട്ടെ, യോഗം തുടങ്ങുക, പാട്ട് പാടിയാട്ടെ. ആരും പാടുന്നില്ല. ഉടനെ ഉപദേശിച്ചു ചോദിച്ചു, പാട്ടൊന്നും ഇല്ലേ? ഞാനുമുണ്ട്. എനിക്കങ്ങ് സങ്കടമാണ് തോന്നിയത്. അല്ല, എനിക്ക് സങ്കടമാണ് തോന്നിയത്. പിന്നെ അല്പം സമയം കൊണ്ട് ചോദിച്ചപ്പോൾ ഒരു തള്ള പാട്ട് പാടിയ പാട്ട് യോഗം തുടങ്ങുക. യാതൊരു വെളിവുള്ള തള്ളയല്ല. വെളിവില്ലെന്നുള്ളതിനാ പാട്ട് കേൾക്കുമ്പോൾ യോഗം തുടങ്ങുമ്പം പാടുക. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ എന്നാണ് ഒരു യോഗം തുടങ്ങുമ്പോൾ പാടുന്ന പാട്ട്. ഒലിവുമല. അതിന് തള്ളക്കെന്നാ? നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. പണ്ട് ഞങ്ങൾക്ക് ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. നല്ല മനുഷ്യനാ, വചനത്തിലൊക്കെ നല്ല തിട്ടമായ TC ജോസ്. ചർച്ച് ഓഫ് ഗോഡിലുള്ളൊരു മാന്യ ദൈവദാസന കടന്നുപോയി. എന്നെ ബഹുമാനമായിരുന്നു. എനിക്കും ഔവണ്ണം തന്നെയായിരുന്നു.
അപ്പൊ ഞങ്ങൾ ഒരു യോഗത്തിൽ നിന്നപ്പോൾ ഒരുത്തനെ പാട്ട് പാടുക. പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അന്നേരം കയറി അടയും. അപ്പൊ അവൻ പാടുക ഞാൻ പാട്ടിന്റെ എനിക്ക് ട്യൂണൊന്നുമില്ല കേട്ടോ. അവൻ പാടുക, ശാന്ത തുറമുഖമടുത്തു, അങ്ങനെ പാട്ടില്ലേ? അന്ന് പാടിക്കാൻ എനിക്ക് എൻ്റെ അപ്പൊ TCOS പറഞ്ഞ്, എടാ ശാന്ത തുറമുഖത്തടുത്തതിന് നിനക്കെന്നാ? ശാന്ത ആ തുറമുഖത്ത്, അവൻ അങ്ങനെയാ പാടിയത്, ശാന്ത തുറമുഖമടുത്തു. പുള്ളി പറഞ്ഞു, നിർത്ത്, ശാന്ത തുറമുഖത്തടുത്തതിന് നിനക്കെന്നാ? അവൾ എവിടെയെങ്കിലും പോയി അടുക്കട്ടെ. നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പാട്ട് പാട്. വാഴ്ത്തിടുന്നു നന്ദിയോടടിയ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുമോദ സർവലോക സൃഷ്ടിതാവേ. മതി, ഞാൻ ഉദാഹരണമായിട്ട് തന്നേ ഉള്ളൂ. സ്തോത്രം. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമല്ല ഈ മരു. മതി, ഉദാഹരണമായിട്ട് തന്നേ ഉള്ളൂ. വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ. മതി. അറിയാത്തവരുണ്ടെന്ന് 2-3 തരുന്നേ ഉള്ളു. സ്തോത്രം ശ്രീ മനുവേലനെ മമ ജീവനെ മാഗേജനെ. നല്ല പാട്ടുകളാ. ഒന്ന് രാവം പാടുക, ശാന്ത തുറമുഖത്ത്. പുള്ളി എന്നാണ് ചോദിച്ചു, ശാന്ത തുറമുഖത്ത് അടുത്തന്നെ നിനക്കെന്നാ? അവൾ എവിടെയെങ്കിലും പോയി അടുക്കട്ടെന്ന്. അപ്പൊ ഈ പരിജ്ഞാനക്കേടുള്ള ധാരാളം ആൾക്കാരുണ്ട്. നമ്മളെല്ലാം പഠിച്ചോണ്ടല്ല ഇതിനകത്ത് വന്നത്. എന്നാൽ പ്രായമുള്ള ദൈവദാസന്മാരും പക്കല വന്നവരും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കണ്ടും കേട്ടും വേണം പഠിക്കാൻ. അല്ലാതെ ഒരു ബൈബിൾ സ്കൂളിൽ 2 കൊല്ലം പോയിച്ച് 4 പോയിന്റുമായിട്ട് ഇറങ്ങി, പിന്നെ മുഴുവൻ അവനങ്ങ് ഫയർ മീറ്റിംഗാ. ഫയർ കത്തട്ടെ എന്തുവാടാ ചുമ്മാ. കൊച്ചൻ കടന്ന് കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഓടുന്നല്ലാതെ ഒരു കടമ്പുമില്ല. ഫയർ. പിന്നെ കുറെ പാവത്തങ്ങൾ സഹോദരിമാരുണ്ട്, എന്തോ കേട്ടോ നിങ്ങൾ ഇരുന്നങ്ങ് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ അതിന് തുള്ളാനായിട്ട് തന്നെ 3-4 കൊണ്ടുവന്ന് എന്താ പറഞ്ഞാലും അതുങ്ങളുള്ളത് കൊണ്ട് ഇവന്മാർ രക്ഷപ്പെടുന്നു. സ്തോത്രം. അവരുള്ളത് കൊണ്ട് ഇതുങ്ങൾ. അപ്പൊ ഈ പാട്ടിന്റെ വിശേഷത 3 ഭാഗമായിട്ടാണ് മോശയും ഇസ്രായേൽ മക്കൾ പാടിയത്. ആ 3 ഭാഗത്തിലും ആദ്യത്തെ ഭാഗങ്ങൾ തുടങ്ങുന്നതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. നമ്മുടെ ആരാധനയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പാട്ട് പാടണം. അതിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ബ്രദറുകാരാ. TPM-കാരുടെ പാട്ടും അവരുടെ പാട്ടും നല്ല കേമമുള്ള പാട്ടുകളാ. ഇപ്പോഴത്തെ പാട്ടുകളെല്ലാം അത്ര പോരാ. എന്നാൽ പഴയ പാട്ടുകൾ അവിടുത്തെ പാട്ടെന്ന് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെയാ പാട്ടെഴുതുന്നത്. പാട്ടെഴുതിയ ഉടനെ അച്ചടിച്ചേച്ച് അവർ പാടിപ്പിക്കുകയല്ല. ഇത് നമ്മുടെ തങ്കമാമ എഴുതിയ പാട്ടാ. തങ്കയുടെ പാട്ട് തങ്കയുടെ കയ്യിലിരുന്നോളും. ഇത് ചാക്കോച്ചാൻ എഴുതിയ അങ്ങനൊന്നുമില്ല. പാട്ടെഴുതി കഴിഞ്ഞാൽ അത് ചുമതലപ്പെട്ടവരുടെ കൊടുക്കണം. അവരുടെ നടത്തിപ്പുകാർ പാട്ട് നോക്കും. പാട്ടും വേറെ പുസ്തകവും കൂടെ വെച്ച് നോക്കും, ഇതൊക്കുന്നുണ്ടോന്ന്. അവൻ അവിടെ ലോക്കൽ നോക്കി ശരിയാക്കി സെൻറ്ററിൽ കൊടുത്ത് അവർ നോക്കി ചിലപ്പോൾ അങ്ങ് അടയാറിന് വിടും. അപ്പം എന്തെങ്കിലും തിരുത്തും, ചേർക്കേണ്ടതുണ്ടെങ്കിൽ അവർ ചേർക്കും. എന്നിട്ട് അവരവിടെ നിന്ന് എൻ്റെ ഭാഷയാ സീൽ ചെയ്യും. എന്നിട്ടേ അത് പാടാനൊക്കെ ഉള്ളു. അതും എഴുതിയ പുള്ളിക്ക് പോലും പാടാൻ ചിലപ്പോൾ ഒക്കത്തില്ല. വേറെ പാട്ടുകാരുണ്ട്. ഇത് നമ്മുടെ അവിടെ അങ്ങനല്ലല്ലോ.
ഇന്നലെ രാത്രി എനിക്ക് ദൈവം തന്ന പാട്ടാന്ന് പറഞ്ഞ് ആടി എഴുന്നേറ്റ് അങ്ങ് പാടുക. ഉടനെ അതെല്ലാം കൂടെ വായിച്ചു കൊടുക്കുക, തള്ള അതിനെ തുള്ളുക. സ്തോത്രം. അന്നേരം എഴുതിയതാ, എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം. എന്തൊരു അക്രമമാണെന്ന് ഓർത്തോ. അതെ, ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ. വളരെ സൂക്ഷിക്കണം. ഈ മോശയും ഇസ്രായേൽ മക്കളും പാടിയ പാട്ടിന്റെ വിശേഷത 3 ഭാഗമായിട്ട് തരംതിരിക്കുമ്പോൾ 2-ാമത്തെ വാക്യം മുതൽ 5-ാം വാക്യം വരെ 1-ാം ഭാഗവും, 6-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ 2-ാം ഭാഗവും, 11-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം വരെ 3-ാം ഭാഗവും. അങ്ങനെ പഠിക്കുമ്പോൾ ഓരോ ഭാഗത്തും തുടങ്ങുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ 2-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം വായിച്ചേ. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ. പ്രൈസ് ദി ലോർഡ്. ഇനി അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ചേ. യഹോവേ, അയ്യോ യഹോവേ നിന്റെ വലം കൈ. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇനി 11-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം, യഹോവേ ദേവന്മാരിൽ നിനക്ക്. ആ പാട്ടിന്റെ 3 ഘട്ടമായിട്ട് തരംതിരിച്ച് പിടിക്കുമ്പോൾ 3 ഭാഗത്തും തുടങ്ങുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മുടെ മഹത്വമൊന്നും പാടില്ല. മഹത്വത്തിന്, സ്തോത്രത്തിന്, സ്തുതിക്ക് യോഗ്യൻ അവിടുന്നാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ സഹിതം പാട്ട് പാടുന്നവരും കൺവെൻഷനുകളിൽ പാടുന്നവരും ഒത്തിരി പാട്ടുകാർ പല പേരൊന്നും എനിക്കറിയാൻ മേല. നല്ലതാ, സംഗീത ശുശ്രൂഷ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാ. പാട്ടുകാർക്ക് പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ട്. ദാവീദിന്റെ കാലത്ത് വരെ പ്രത്യേകമായിട്ട് നിയമിക്കുകയും ചെയ്തു. പുതിയ നിയമത്തിൽ വരുമ്പോഴും പാട്ടിന് പ്രാധാന്യമുണ്ട്. അപ്പോസ്തലന്മാർ രാത്രി കാരാഗൃഹത്തിൽ പിന്നെ പാട്ട് പാടിയതാ. ഇനിയും പാടാനിരിക്കുക നമ്മൾ. വെളിപ്പാട് 15 പഠിക്കുമ്പോൾ 15 പഠിക്കുമ്പോൾ പളങ്ക് നദിയുടെ തീരത്ത് മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വൈണികന്മാർ വീണ പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. സൈമൺ സാറ് പറഞ്ഞേക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞേച്ച് അങ്ങ് ചെല്ലുമ്പോഴും ഞാൻ നിന്ന് പാടുവെന്നാണ്. ആനന്ദ കുയിലേ, ജീവവസന്ത ഋതു ആരംഭിച്ചില്ലേ, ജീവപ്രദൂതീസിനാനന്ദ കുയിലേ, ജീവസന്ത വസു ആരംഭിച്ചില്ലേ, ജീവപ്രദൂതീസിനാനന്ദ കുയിലേ, ജീവവസന്ത ഋതു ആരംഭിച്ചില്ലേ, ജീവവൃക്ഷക്കൊമ്പിൻ മീതിലിരുന്നു ജീവമൊഴി മധുരമായി പാടുക നീ ദിനവും കാരുണ്യ പൂരാ കടലേ.